Okay, so 27th IFFK നെ പറ്റി സാറിന്റെ ഒരു 27th ആയി അല്ലേ? 27th എനിക്ക് തോന്നുന്നു ഒരു 17 വർഷം കൊണ്ട് മിക്കവാറും എല്ലാ IFFKയിലും വരാൻ സാധിക്കാറുണ്ട്. ഇപ്രാവശ്യവും ഷൂട്ട് ആയിരുന്നു. ഇപ്പോഴും നാളെ മറ്റന്നാളൊന്നുമില്ല, ഞാൻ ഇല്ല. അപ്പോൾ എൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ നമ്മൾ ഇവിടെ വരും. ഇപ്പോൾ ടാഗോർ വേദികയ്ക്ക് ശേഷം പണ്ട് നേരത്തെ കൈരളി ശ്രീ ആയിരുന്നു. വന്നിട്ടുണ്ടോ? അപ്പോൾ കൈരളി ശ്രീയിലായിരുന്നു നേരത്തെ ഇതിൻ്റെ ഒരു ഹബ്ബ് എന്ന് പറയുന്നത്. ടാഗോർ ആയി കഴിഞ്ഞപ്പോൾ ഇതൊരു ഫെസ്റ്റിവൽ എന്ന് പറയുന്ന അതിൻ്റെ കറക്റ്റ് മീനിങ്ങിൽ തന്നെ പോകുന്നുണ്ട്. കറക്റ്റ് വേർഡാണ് ഫെസ്റ്റിവൽ, ഒരു ഉത്സവമാണ്. കാരണം ഇവിടെ സിനിമ കാണാൻ മാത്രമല്ല, ഒരുപാട് സൗഹൃദങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് സിനിമാ കൂട്ടായ്മകൾ, ഒരുപാട് സിനിമകൾ പോലും ഇവിടെ നെയ്തെടുക്കാറുണ്ട് ആൾക്കാർ ഈ കൂട്ടായ്മയുടെ പേരിൽ. അപ്പോൾ അങ്ങനെ ഒരു ആംബിയൻസാണ്. ഇന്നലെ വന്നിട്ട് ചാക്കോച്ചൻ്റെ അറിയിപ്പ്, അതിൻ്റെ ആദ്യത്തെ സ്ക്രീനിങ് ആയിരുന്നു കേരളത്തിൽ. അപ്പോൾ അത് കാണാൻ പറ്റി, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മുടെ പഴയ ഒരുപാട് സുഹൃത്തുക്കളെയും പിന്നെ ഇതുപോലെ സിനിമ ആസ്പിറൻസ് ആയിട്ടുള്ള ആൾക്കാരെയും ഒരു ആഘോഷത്തിൻ്റെ ഒരു പ്രതീതിയാണ്. നമ്മൾ സിനിമ കാണൽ മാത്രമല്ല, ഇറ്റ്സ് നോട്ട് ഓൺലി വാച്ചിങ് ഫിലിംസ്, ഇറ്റ് ഈസ് സിനിമ 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 ആൻഡ് സിനിമ എവരിവെയർ. അതാണ്. താങ്ക് യു. ഹലോ സർ, അപ്പോൾ സാർ ഇപ്പോൾ 27th IFFKയുടെ ഇതിലല്ലേ, അപ്പോൾ സാറിന് എന്താ ഇപ്പോഴത്തെ ഒരു തോന്നുന്നത്, ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയർ? 27 വർഷം മുമ്പ് ഇത് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഫിലിം ഫെസ്റ്റിവലിന് വരുന്ന ഒരാളാണ്. അന്നൊക്കെ സിനിമ കാണാൻ മത്സര ഓട്ടമായിരുന്നു. നല്ല സിനിമകൾ ഇപ്പോൾ എത്ര സിനിമകൾ കാണാൻ പറ്റുമോ അത് കണ്ടു തീർക്കുക എന്നുള്ള ആവേശത്തോടെ ഓടി നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ സിനിമയുടെ തിരക്ക് വന്നപ്പോൾ പലപ്പോഴും ഷൂട്ടിംഗ് ഇതൊക്കെ വരുമ്പോൾ IFFKയിൽ പങ്കെടുക്കാൻ പറ്റാതായി. പക്ഷേ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഇവിടെ വരികയും സിനിമ കാണുകയും ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഇനി ഇറങ്ങാനൊരു 6-7 പടങ്ങളുണ്ട്. ഉള്ളൊഴുക്കെന്ന് പറഞ്ഞൊരു പടം, അത് ഉർവശി ചേച്ചിയും പാർവതി തിരുവോത്തും ആയിട്ട് ഉള്ളൊരു പടമാണ്. പിന്നെ ബിജു മേനോനുമായിട്ടൊരു 4-ാം മുറ എന്ന് പറഞ്ഞൊരു പടം 20-ാം തീയതി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കുറേ പടങ്ങളുണ്ട്. പിന്നെ ഇനിയിപ്പോൾ മറ്റന്നാൾ മുതൽ ഒരു പുതിയ പടം ഷൂട്ട് തുടങ്ങുന്നു കൊയിലാണ്ടിയിൽ. താങ്ക് യു സർ. ഓക്കെ.